Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala nabiyyihil amin wa ala alihi wa ashabihi ajma'in. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫ് 8-9 വചനങ്ങളാണ് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ വസ്നു യൗമഇദിനിൽ ഹഖ് فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. വൽ വസ്നു തൂക്കം, യൗമഇദിൻ അന്നേ ദിവസം, അൽ ഹഖു സത്യമായിരിക്കും, സത്യത്തിനു മാത്രമായിരിക്കും എന്നും വിശദീകരണമുണ്ട്. ഫമൻ സഖുലത് മവാസീനുഹു, ഫമൻ അപ്പോൾ ആരെങ്കിലും, സഖുലത് ഭാരമുണ്ടായി, മവാസീനുഹു അവൻ്റെ തുലാസിന്, അവൻ്റെ തുലാസിൻ്റെ തട്ട് ഭാരം തൂങ്ങി, ഫഉലൈക അപ്പോൾ അവർ, ഹും അവർ തന്നെ, അൽ മുഫ്ലിഹൂൻ ലക്ഷ്യം നേടിയവർ, വിജയം നേടിയവർ. വമൻ ആരെങ്കിലും ഖഫത്ത് മവാസീനുഹു അവൻ്റെ തുലാസ് കനം തൂങ്ങാതിരുന്നാൽ, ഭാരരഹിതമായാൽ, ഫഉലൈക അപ്പോൾ അവർ, അല്ലദീന ഒരു വിഭാഗമാണ്, ഖസിറു അംഫുസഹും അവർ അവരെ തന്നെ തോൽപ്പിച്ച് കളഞ്ഞു, അവർ അവരെ തന്നെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി. ഖസിറു അവർ നഷ്ടപ്പെടുത്തി, അംഫുസഹും അവരുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ അവരെ തന്നെ സ്വയം. ബിമാ കാനു അവർ ആയതുകൊണ്ട്, ബി ആയാത്തിന നമ്മളെ വചനങ്ങളെ സംബന്ധിച്ച്, യളുലിമൂൻ അന്യായം അക്രമം ചെയ്തതുകൊണ്ട്. ഒന്നുകൂടെ അർത്ഥം പറയാം. വൽ വസ്നു തൂക്കം, യൗമഇദിൻ അന്നേ ദിവസം, അൽ ഹഖു സത്യമായിരിക്കും, അല്ലെങ്കിൽ സത്യത്തിന് മാത്രമായിരിക്കും, സത്യത്തിന് മാത്രമേ തൂക്കമുണ്ടാകൂ. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വിശദീകരണം. ഫമൻ സഖുലത് മവാസീനുഹു ആരുടെയെങ്കിലും തട്ട്, തുലാസിൻ്റെ തട്ട് ഖനമുള്ളതായാൽ, ഭാരം തൂങ്ങിയാൽ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അപ്പോൾ അവർ വിജയികളായിരിക്കും അല്ലെങ്കിൽ ലക്ഷ്യം പ്രാപിച്ചവരായിരിക്കും. വമൻ ഖഫത്ത് മവാസീനുഹു ആരുടെയെങ്കിലും ഭാരം കുറഞ്ഞാൽ, തുലാസിൻ്റെ ഭാരം തൂങ്ങാതിരുന്നാൽ, ഖഫീഫായാൽ, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും അവരാണ് അവരെ തന്നെ നഷ്ടത്തിലകപ്പെടുത്തിയവർ. ബിമാ കാനൂ ബി ആയാത്തിനാ യളിമൂൻ അവർ നമ്മുടെ വചനങ്ങളെ കൊണ്ട്, സൂക്തങ്ങളെ കൊണ്ട്, നിയമങ്ങളെ കൊണ്ട് അന്യായം ചെയ്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുലാസിന് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഭാരരഹിതമായി തുലാസ് തൂങ്ങുന്ന നിർഭാഗ്യവാന്മാരാകുന്നതിൽ നിന്ന് അല്ലാഹു തആല നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ളവരെയും രക്ഷിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട, മനസ്സിൽ നിന്ന് മായാതെ നിൽക്കേണ്ട ചില സംഗതികളാണ് ഉണർത്തിയത്. വൽ വസ്നു യൗമഇദിൻ നേരത്തെ ദുനിയാവിൽ ശിക്ഷിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ പറ്റി പറഞ്ഞു. വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ എത്ര നാട്ടുകാരെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ട് അവൻ്റെ തെളിവ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പരലോകത്തുള്ള ശിക്ഷ ഇത് വേറെ ഉണ്ടാകും എന്ന് പറഞ്ഞു. വേറെ ഉണ്ടാകും. ദുനിയാവിൽ
പാപങ്ങളും കുറ്റങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതിന് നമ്മൾ ദൂതന്മാരോടും ചോദിക്കും, ദൂതന്മാരയക്കപ്പെട്ട ജനവിഭാഗങ്ങളോടും അന്വേഷിക്കും. നമ്മളതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും തന്നെയാണുള്ളത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തി. ഇനി പറയണത് അന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭാരമുണ്ടാകണം എന്നാണ്. വസ്ന് പറഞ്ഞാൽ തൂക്കം, മീസാൻ പറഞ്ഞാൽ തൂക്കുന്ന മെഷീൻ എന്ന് പറയുന്നത്, തുലാസ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വസ്ന് യൗമ ഇതിൻ അൽ ഹക്കു, യൗമ ഇതിൻ അൽ ഹക്കു കൂട്ടി വായിക്കുമ്പോൾ യൗമ ഇതിനിൽ ഹക്കു, ഇതിൻ എന്നുള്ളതിൻ്റെ നൂനും കൂടി ഉച്ചരിച്ചു കൊണ്ടാണ് കൂട്ടി വായിക്കുമ്പോൾ യൗമ ഇതിനിൽ ഹക്കു. അന്ന് തൂക്കം സത്യത്തിനായിരിക്കും, അന്ന് തൂക്കം ധർമ്മത്തിനായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ വസ്ന് യൗമ ഇതിനിൽ ഹക്കു, തൂക്കം ധർമ്മത്തിനാണ്, അല്ലെങ്കിൽ തൂക്കം സത്യത്തിനാണ്. അതിന് മാത്രമേ ഖന ഉണ്ടാവുള്ളൂ. സത്യവും ധർമ്മവും നീതിയും ന്യായവും സദാചാരവും സന്മാർഗവും ഒന്നുമില്ലാത്ത ഏത് അമല് തുലാസിൽ വെച്ചാലും അതിന് ഖനം തൂങ്ങൂല, തുലാസിൻ്റെ തട്ട് പൊന്തി നിൽക്കും. അപ്പോൾ സത്യവും ധർമ്മവും ന്യായവും നീതിയും സദാചാരവും സന്മാർഗവും, അതൊക്കെ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയും ഇതൊക്കെ കൂടി അടങ്ങിയ വാക്കാണ് ഹക്കു എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയുള്ള കർമ്മങ്ങൾ എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സത്യം എന്താണ്? അള്ളാഹു, അവൻ ഉള്ളവനാണ്. അവൻ്റെ പ്രവാചകന്മാർ, അവൻ നിയോഗിച്ചവർ തന്നെ, അവൻ്റെ വേദങ്ങൾ എന്ന് വെച്ചാൽ വിശ്വാസ കാര്യങ്ങളൊക്കെ, പിന്നെ കർമ്മകാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് സത്യം, ധർമ്മം, ന്യായം. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബാക്കി നന്മകളൊക്കെയും ഇതാണ് അൽ ഹക്കു എന്ന് പറഞ്ഞാൽ. അൽ ഹക്കു. അപ്പോൾ സത്യം അംഗീകരിക്കണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കണം. ഇതൊക്കെയാണ് അൽ ഹക്കു. അതിന് മാത്രമേ ഭാരം ഉണ്ടാവുള്ളൂ. ഇത് തൂക്കണ തുലാസുണ്ട്, അത് എന്താണ് എങ്ങനെയാണെന്നൊന്നുള്ള പറഞ്ഞിട്ടില്ല. നമ്മൾ ഇലക്ട്രോണിക് തുലാസാണോ അല്ലാഹു അഅലം, അത് ഹക്കായിട്ട് സംഭവിക്കും. ആ തുലാസിൽ ഏത് കർമ്മം അതിലാണ് തൂക്കിയാലും അത് ഈമാൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ, ഉദ്ദേശശുദ്ധിയുള്ളതാണോ, ധർമ്മമാണോ, ന്യായമാണോ, അങ്ങനെയുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ മൂല്യമുള്ളത് അതാണ്. അള്ളാഹുവിൻ്റെ ന്യായപ്രകാരം, നിയമപ്രകാരം, വേദപ്രകാരം, പ്രവാചകാധ്യാപകന്മാർ പ്രകാരം മൂല്യമുള്ളത്. അപ്പോൾ അതിന് ഉദ്ദേശശുദ്ധിയുള്ള, നിഷ്കളങ്കതയുള്ള, നിഷ്കപടമായ അമലുകൾ അതതിൽ വെച്ചാൽ കനം തൂങ്ങും. നമ്മളൊരു ആത്മാർത്ഥതയുള്ള, അതിനടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസം മുതൽക്ക് ഇങ്ങോട്ട് പോരണം. എന്നിട്ട് ആത്മാർത്ഥ അത് വെച്ചാൽ കരം തൂങ്ങും. അല്ലാതെ ഒരുപാട് അമലുണ്ട്, ഒരാത്മാർത്ഥതയില്ല, ഒരു നിഷ്കളങ്കതയില്ല, ഒരു നിഷ്കപടതയില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട്, ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുറേ, അത് തുലാസിൽ വെച്ചാലോ താവൂല, അത് താവൂല. അതാണ് അൽ വസ്നു യൗമ ഇതിൻ അൽ ഹഖു. തൂക്കം കിട്ടുക, ഭാരം തൂങ്ങുക അന്ന് ഈ സത്യത്തിന് മാത്രമായിരിക്കും. അല്ലാത്ത അമലുകൾ എന്തുണ്ടായാലും ഭാരം തൂങ്ങൂല. അതാണ് സൂറത്ത് അൽ കഹ്ഫിലെ 103, 104 സൂക്തങ്ങളിൽ. ഖുൽ ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും എന്തായിരുന്നു അതിൻ്റെ തുടക്കം? സൂറത്തു ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅ്മാല. ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅ്മാല. പ്രവർത്തനങ്ങളാൽ ഏറ്റവും നഷ്ടം പറ്റിയവർ ആരാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലദീന ളല്ല സഈഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ അവരുടെ അധ്വാന പരിശ്രമങ്ങളൊക്കെയും വഴിതെറ്റിപ്പോയിരിക്കുന്നു, പാഴായിപ്പോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ വലിയ സൽക്കർമ്മികളാണ്, ഞങ്ങൾ വലിയ സൽക്കർമ്മികളാണ്, ഞങ്ങൾ വലിയ ദീനീ സേവകരാണെന്നാ. അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയിരിക്കും. അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ, നഷ്ടപ്പെട്ടവർ, സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവർ.
അതേമാതിരി തന്നെ വേറെയും അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു അൽ കഹ്ഫിൽ, സൂറത്ത് അംബിയായിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സത്യധർമ്മ നീതി, നിഷ്കളങ്കതയും നിഷ്കപടതയും ഉദ്ദേശ്യശുദ്ധിയും എല്ലാം അടങ്ങുന്ന കർമ്മം, അതാണ് അല്ലാഹു തആല ഇവിടെ ഹക്ക് എന്നുള്ളത് കൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമുച്ചയമാണ് ഹക്ക് എന്നതാണ്. അപ്പോൾ നമ്മൾ പറയാം മലയാളത്തിൽ നമ്മൾ സാധാരണ പ്ലസ് പോയിൻ്റ്, അതൊരു പ്ലസ് പോയിൻ്റാണ്. അതൊരു പ്ലസ് പോയിൻ്റ് നമ്മൾ പറയാറുണ്ടല്ലോ. അത് അവനെ നന്മക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്ന, അവനെ ഉയർത്തുന്ന, അവന് ഖനം തൂങ്ങുന്ന ഒരു സംഗതി. മറ്റേ മൈനസ് പോയിൻ്റ് ആട്ടോ, അവന് മൈനസാണ് എന്ന് പറഞ്ഞാൽ എന്താ, അമലുണ്ടാകും പക്ഷേ തെറ്റാണ്, അത് മൈനസായി പോകും. അപ്പോൾ അതിന് ഖനം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൃത്യമായിട്ട് അള്ളാഹു തയ്യാറാക്കിയ കുറ്റപത്രം അല്ലെങ്കിൽ നന്മപത്രം അത് യാതൊരു തിരുത്തലും ഇല്ലാതെ, ആർക്കും തിരുത്താൻ കഴിയാത്ത വണ്ണം, നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പറയാറില്ല FIR തിരുത്തിയിട്ടുണ്ട്, കുറ്റപത്രം തിരുത്തിയിട്ടുണ്ട്, കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടക്കാത്ത നീതിപൂർണമായ അള്ളാഹുവിൻ്റെ കുറ്റപത്ര സമർപ്പണം ആണിവിടെ സംഭവിക്കുന്നത് എന്നുകൂടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇത് ഈ മനുഷ്യന്മാർ നന്മയിലും നീതിയിലും ധർമ്മത്തിലും നിലകൊള്ള പ്രപഞ്ചത്തിൻ്റെ തന്നെ സ്വഭാവമാണ്. സൂറത്തു റഹ്മാനിൽ അല്ലാഹു തആല പറഞ്ഞു വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന പാരസ്പര്യത്തിൽ, പരസ്പരമുള്ള സഹകരണത്തിലും സഹായത്തിലും നിക്ഷിപ്തമാണ്. അഥവാ ആകാശഗോളങ്ങളൊക്കെയും ഒരു പാരസ്പര്യത്തിലാണ് പ്രവർത്തിക്കുക. ഒന്നൊന്നിനോട് അന്യായം ചെയ്യൂല, ഒന്നൊന്നിൻ്റെ അതിർത്തി ലംഘിക്കൂല, ഒന്നൊന്നിൻ്റെ ധർമ്മത്തിൽ നിന്ന് പിന്തിരിയൂല. ഈ പാരസ്പര്യം മനുഷ്യരിലും ഉണ്ടാകേണ്ടതാണ്. അവനവൻ്റെ ധർമ്മം നിർവഹിക്കുക, അവനവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക, മറ്റുള്ളവരുടെ അതിർത്തിയിലും അതിരിലും കടന്നു കയറാതിരിക്കുക, അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ എന്താ പറയുക അതിന് കാര്യങ്ങളിലും നന്മയുടെ രൂപത്തിലല്ലാതെ ഇടപെടാതിരിക്കുക. അപ്പോൾ ഈ പരസ്പരം സഹകരണവും സഹായവും സ്നേഹവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വസൻ അല്ലെങ്കിൽ ഒരു മീസാനാണ്, ഒരു നീതിയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചഘടനയിലും മനുഷ്യനിലും. പ്രപഞ്ചഘടന അത് പാലിക്കുന്നു, മനുഷ്യൻ പലപ്പോഴും അത് ലംഘിക്കുന്നു. മനുഷ്യൻ അന്യായവും അക്രമവും ചെയ്യും. പ്രപഞ്ചത്തിലെ ഒരു ഗോളത്തിനും അത് സാധ്യമല്ല, ഒരു വസ്തുവിനും സാധ്യമല്ല. അപ്പോൾ കാറ്റെന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വായു എന്നാണ് നമ്മൾ പറയുക. ഈ വായു ഈ ചലനം നിർത്തിവെച്ചുകൊണ്ട് എൻ്റെ ധർമ്മം ഇനി ഞാൻ നിർവഹിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ശ്വസനം, ചെടികളുടെ ജീവിതം മുഴുവൻ താറുമാറില്ലായിപ്പോവും. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ധർമ്മം നിർവഹിക്കുക. വായു, സൂര്യൻ, ചന്ദ്രൻ, വെള്ളം, ഭൂമി, ആകാശങ്ങളൊക്കെ അതിൻ്റെ ധർമ്മം നിർവഹിക്കണം. അതേപോലെ മനുഷ്യൻ അവനവൻ്റെ ധർമ്മം നിർവഹിക്കണം എന്നാണ്, അല്ലെങ്കിൽ നഷ്ടമായി പോകും എന്നാണ് ഇവിടെയൊക്കെ സൂചിപ്പിക്കുന്നത്. വൽ വസ്നു യൗമ ഇതിൻ അനിൽ ഹക്കു, തൂക്കം സത്യത്തിന് മാത്രമായിരിക്കും. ഫമൻ സഖുലത് മവാസീനുഹു, ഇത് നമ്മൾ സൂറത്തുൽ ഖാരിഅയിലും സൂറത്തു സൽസലയിലൊക്കെ ഓതുന്നതല്ലേ, നമുക്കറിയില്ല. ഫമൻ സഖുലത് മവാസീനുഹു, മീസാന് മവാസീനാണ് തൂക്കം, തുലാസ്. സഖുല പറഞ്ഞാൽ ഭാരം തൂങ്ങുക, തട്ട് തൂങ്ങുക, സഖുല ഭാരം, സിഖൽ എന്നൊക്കെ പറഞ്ഞ ഭാരം എന്നാ. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു ഫലാഹ് നേടിയവർ. ലക്ഷ്യം നേടുക എന്നാണ് യഥാർത്ഥത്തിൽ ഫലാഹുകാരുടെ അർത്ഥം. അതാണ് ഫല്ലാഹ്, കർഷകന് ലക്ഷ്യം നേടുന്ന, അതിനാണ് ഫല്ലാഹ് പറയുക. കർഷകൻ അയാളുടെ ലക്ഷ്യം നേടാനുള്ള താല്പര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, അതാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. ഈ ആയത്ത് ഓതുമ്പോൾ നമുക്കൊരു വികാരമില്ല, നമുക്കൊരു വിചാരമില്ല, നമുക്കൊരു പ്രാർത്ഥനയില്ല, നമുക്കൊരു ബോധമില്ല. അടുത്ത ആയത്തും ഒന്ന് സ്വർഗം നേടുന്നവരെ സംബന്ധിച്ചാണ്, ഒന്ന് നരകം നേടുന്നവരെ സംബന്ധിച്ചാണ്. നമുക്ക് ഒരേ ശബ്ദത്തിലും താളത്തിലും ഈണത്തിലും ഒരേ വികാരത്തിലും അങ്ങനെ ഓതിപ്പോകല്ല. സ്വർഗത്തെ സംബന്ധിച്ചും സ്വർഗം കിട്ടുന്നതിനുള്ള നന്മകൾ, ഭാരം തൂങ്ങുന്ന നന്മയെ സംബന്ധിച്ചും പറയുമ്പോൾ ആ ഒരു ബോധവും ആ ഒരു ചിന്തയും അവിടെ ഒരു പ്രാർത്ഥനയും ആയതിന് എനിക്ക് ഉദവിയേകണേ എന്ന് അള്ളാഹുവിനോടുള്ള അർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണെന്ന് തന്നെ. എന്താ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്താ? നരകത്തിൽ നിന്ന് കഴിച്ചിലാവുക എന്നുള്ളതാണ്. അതിനോടനുബന്ധമായി തന്നെ വരുന്നതാണ് സ്വർഗം കിട്ടുക എന്നുള്ളത്. അപ്പം മുഫ്ലിഹൂൻ അവരാണെന്ന് പറഞ്ഞാൽ
അതിൽ ഇന്നെ പെടുത്തണേ, എന്നെ മാത്രം പെടുത്തിയാൽ മതിയോ? പോരാ, എൻ്റെ കുടുംബത്തെ പെടുത്തണ്ടേ, എൻ്റെ കുട്ടികളെ പെടുത്തണ്ടേ, എൻ്റെ പേരക്കുട്ടികളെ പെടുത്തണ്ടേ, എൻ്റെ ഭാര്യ വേണ്ടേ, എൻ്റെ അമ്മ വേണ്ടേ, സഹോദരന്മാർ വേണ്ടേ, എപ്പോൾ വേണ്ടേ? എന്നോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്ത് നമ്മളെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ വേണ്ടേ? നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവർ വേണ്ടേ? നമ്മുടെ സഹപ്രവർത്തകർ വേണ്ടേ? അപ്പോൾ അതൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഓതിയാൽ മതി അടുത്തത്. അല്ലാതെ ഓദ്യം തീർത്തൊരു പേജ് തീർത്തിട്ട് ഈ പറഞ്ഞ കാര്യമൊന്നും ഉൾക്കൊള്ളാതിരുന്ന ഒരു കാര്യമല്ല. അടുത്ത എന്താ? വമൻ ഖഫത്ത് മവാസീനുഹു, ആരുടെയെങ്കിലും തുലാസിൻ്റെ തട്ട് ഭാരരഹിതമായാൽ. സഖീൽ എന്നുള്ളതിൻ്റെ വിപരീതമാണ് ഖഫീഫ്. നേരിയതാകുക, ലഘുവാകുക എന്ന് വെച്ചാൽ ഇല്ലാതാകുക എന്നാണ് പറയുന്നത്. സഖുലാറിന് ഭാരം തൂങ്ങിയെന്നും ഖഫാറിന് ഭാരം തൂങ്ങാതിരുന്നു എന്നാ. തട്ട് അങ്ങനെ നിൽക്കും. അത് ബറാബറിൽ നിന്നാലും കഴിച്ചിലായി, എന്നാലും എവിടെ പോകുള്ളൂ? അയറാഫിലേ പോകുള്ളൂ. അതാണ് ഇപ്പോൾ സൂറ. ശിക്ഷ ഉണ്ടാവില്ല, രക്ഷ ഉണ്ടാവില്ല. കുറേ കാലം ഇത് രണ്ടും കാണും, പിന്നെ സ്വർഗത്തിൽ കണ്ടാൽ തന്നെ വലിയ ശിക്ഷയാണല്ലോ നരകം കാണുക. വേദന അനുഭവിക്കുന്നവരെ കാണാൻ നമുക്ക് പ്രയാസമുണ്ടല്ലോ. ദുന്യാവിൽ രോഗിയായി കിടക്കാൻ നമ്മൾ അടുത്ത കൂട്ടുകാരൻ 5 പോയി, ഞാൻ പോയിട്ടില്ല, എന്തേ? എനിക്ക് കാണാൻ പറ്റുക, അതുകൊണ്ടാണ് കാണാൻ പറ്റായിട്ട്. അപ്പോൾ പ്രയാസപ്പെടുന്നത് കാണുന്നത് പോലും നമുക്കൊരു പ്രയാസമാണ് അല്ലേ? അപ്പോൾ പരലോകത്ത് നരകശിക്ഷ അനുഭവിക്കുന്നവരെ കണ്ടാലോ? സ്വർഗം അനുഭവിക്കും. ഇതിങ്ങനെ കാണുക അയറാഫിൽ നിന്നിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞില്ലേ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീന്ത് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോയിക്കോളിന്ന്. അതുകൊണ്ട് ഒരു നല്ല വാക്കുകൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, ഒരു മുഖപ്രസന്നത കൊണ്ട് ചെറിയ സുന്നത്ത് സ്കരിച്ച് കാണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. വമൻ ഖഫത്ത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവർ അവരെ തന്നെ നഷ്ടപ്പെടുത്തിയവരാ. മറ്റൊരാൾക്കും അതുകൊണ്ട് നഷ്ടം. എന്നോട് ദേഷ്യപ്പെട്ട് കാണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് കാണ്ട് നിസ്കരിക്കാതിരുന്നിട്ട്, സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അവനവനെ നഷ്ടപ്പെടുത്തായിരിക്കും. ഫൗലായിക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബി ആയാതിനാ യളിമൂൻ, അവർ നമ്മുടെ വചനങ്ങളെ കൊണ്ട് അന്യായം ചെയ്തത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്, അതിനോട് അന്യായവും അക്രമവും ചെയ്യാണ്. ബിമാ കാനൂ യളിമൂൻ ബിമാ കാനൂ ബി ആയാതിനാ യളിമൂൻ. നമ്മുടെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനോട് അക്രമം ചെയ്യാറുണ്ട്. അതിനൊരു അക്ഷരം മാറ്റുകയാണോ? അതിൽ കുത്തി വരക്കുക എന്നാണോ? അതിനൊരു വാക്ക് ഒഴിവാക്കുക എന്നാണോ? അല്ലെങ്കിൽ ഒരു വാക്ക് കൂട്ടി? അല്ലല്ലോ, അതൊന്നും ആരും ചെയ്യൂല. അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുക, അതാണല്ലോ വചനങ്ങളോട് അന്യായം ചെയ്യാൻ. അള്ളാഹുവിൻ്റെ വചനങ്ങളോട് അന്യായം ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്നൊരു അർത്ഥം പറഞ്ഞ് നിർത്താം. അൽ വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്ന് തൂക്കം സത്യത്തിന് മാത്രമായിരിക്കും. ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെയെങ്കിലും തുലാസിന് ഭാരം തൂങ്ങിയാൽ ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളായിരിക്കും. വമൻ ഖഫത്ത് മവാസീനുഹു, ആരുടെയെങ്കിലും തുലാസിന് ഭാരമില്ലാതായാൽ, ഭാരം തൂങ്ങാതിരുന്നാൽ, ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവർ അവരെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണ്, പരാജയപ്പെടുത്തിയവരാണ്, തോൽപ്പിച്ചവരാണ്. ബിമാ കാനൂ ബി ആയാതിനാ യളിമൂൻ, അവർ നമ്മളുടെ വചനങ്ങളോട്, നമ്മളുടെ സൂക്തങ്ങളോട് അന്യായം ചെയ്തതുകൊണ്ടാണ്. അള്ളാഹ് ഞങ്ങൾ എല്ലാവരെയും നിൻ്റെ വചനങ്ങളോട് ന്യായം ചെയ്യുന്നു, നിൻ്റെ വചനങ്ങളോട് കൃത്യമായി പ്രതികരിക്കുന്ന, ധർമ്മമാണെങ്കിൽ ധർമ്മം, തിന്മയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുതന്നുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.